കുപ്രസിദ്ധ മോഷ്ടാവ് വണ്ടിച്ചോറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെ കാണാനെത്തിയതാണെന്നാണ് വണ്ടിച്ചോറിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വച്ചും വണ്ടിച്ചോറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, കഴിഞ്ഞ ദിവസവും വണ്ടിച്ചോറിനെ തടഞ്ഞു വെച്ചിരുന്നു, ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വണ്ടിച്ചോറാവട്ടെ മോഷണമൊക്കെ നിർത്തി നന്നായിട്ടുണ്ട്, അഭിഭാഷകനെ കാണാൻ എത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ലേ പോലീസ്? കസ്റ്റഡിയിലിരിക്കുന്നത് ബണ്ടിച്ചോറല്ലേ, പറയുന്നതും ബണ്ടിച്ചോറല്ലേ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാലോ. കാരണം അത്രയധികം മോഷണം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളത് നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഒരുപക്ഷെ സത്യമാവും കേട്ടോ, പക്ഷെ അതങ്ങനെ വളരെ സത്യമാണ്. ബണ്ടിച്ചോറ് നന്നായി എന്നുള്ള പെട്ടെന്ന് ഒരു നിഗമനത്തിലോട്ടൊന്നും പോലീസ് എത്തുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവരതിനകത്ത് വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ബണ്ടിച്ചോറ് ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇന്നലെ രാവിലെ അവിടെ എത്തി. അതിനുശേഷം ഇന്നലെ രാത്രിയിലാണ് റെയിൽവേ പോലീസ് ഇയാളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടുന്നത്. അതിനുശേഷം ഇയാളെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. താൻ തിരുവനന്തപുരത്ത് എത്തിയത് അഭിഭാഷകനെ കാണാനാണെന്നാണ് പറഞ്ഞിരുന്നത്. നേരത്തെ കൊച്ചിയിലെത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അഡ്വക്കേറ്റ് ആളൂരിനെ കാണാനാണെന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ കേസ് നടത്തിയിരുന്ന ആളൂരാണ്. ആളൂർ മരിച്ചുപോയത് പോലും അറിയുണ്ടായിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തെത്തി മറ്റൊരു അഭിഭാഷകനെ കണ്ടു. മുകേഷ് എന്ന് പറയുന്ന അഭിഭാഷകനെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു കേസ് ഇവിടെ പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിൽ അറസ്റ്റാകുമ്പോൾ ഏകദേശം 22,000 രൂപ ബണ്ടിച്ചോറിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അത് വിട്ടുകിട്ടണമെങ്കിൽ വഞ്ചിയൂർ കോടതിയെ സമീപിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അഭിഭാഷകനെ കാണാൻ എത്തിയത്. അതോടൊപ്പം തന്നെ ബണ്ടിച്ചോറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി 2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഇയാൾക്കത് പണം ക്ലെയിം ചെയ്യാനുള്ള നിയമപരമായ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയെന്നാണ് ഇപ്പോൾ റെയിൽവേ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. സ്വാഭാവികമായും അഭിഭാഷകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറ്റ് നടപടികളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് വരും. എന്തായാലും ബണ്ടിച്ചോർ ഒരു കാര്യം ഉറപ്പാണ്. ബണ്ടിച്ചോറിന്റെ കാര്യത്തിൽ കേരളം വിടുന്നോടം വരെ ബണ്ടിച്ചോറിന്റെ പുറകെ പോലീസ് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അത് ഇപ്പോൾ ഇവിടെ പറയുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോലീസ് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടയച്ചാൽ ഇനി ഈ അടുത്ത ദിവസങ്ങളിലും ബണ്ടിച്ചോറ് ഇവിടെ മോഷണം നടത്തി മടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത് പോലീസാണ്. അപ്പോൾ അതുകൊണ്ട് കേരളം വിടുന്നവർ എന്തായാലും പോലീസിന്റെ കണ്ണ് ബണ്ടിച്ചോറിന്റെ ഭാഗത്ത് അടുത്തുണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇയാൾ പറയുന്നത് വിശ്വാസയോഗ്യമാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ ചെയ്തതുപോലെ തന്നെ വൈകാതെ വിട്ടയക്കാനുള്ള നടപടികളിലേക്ക് റെയിൽവേ പോലീസ് കടക്കുകയും ചെയ്യും. യെസ്, അപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും ഏത് ജില്ലയിൽ പോയാലും വണ്ടിച്ചോറിന് രക്ഷയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി വ്യക്തമായി, പോലീസിനെ പോലെ തന്നെ സിജോയും വണ്ടിച്ചോറ് പറയുന്നത് അങ്ങ് വിശ്വാസത്തിലെടുക്കുന്നില്ല. മോഷണമൊക്കെ നിർത്തി എന്ന് പറയുന്നത് ഒട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു തവണ കള്ളനായി ആ പേരുദോഷം ഉണ്ടായ പിന്നെ എന്ത് സത്യം പറഞ്ഞിട്ട് ഇനി മാറി എന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല. അത് പോലീസിനെയൊക്കെ വിശ്വസിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. എന്തായാലും നോക്കാം വണ്ടിച്ചോറിന്റെ കാര്യത്തിൽ. ഇനി ഉടനെ ഈ ഒരു കസ്റ്റഡിയും തടഞ്ഞു വെക്കലൊക്കെ തുടരുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കേരളം വിടാനുള്ള സാധ്യതയും കാണാം.